എന്തായിരുന്നു രണ്ടുപേരും കൂടെ തനിച്ചൊരു സംസാരം? വേറൊന്നും അല്ലടാ, ഞാനന്ന് നിന്നോട് പറഞ്ഞില്ലേ അവളെന്നെ പ്രപ്പോസ് ചെയ്തു. അതിന്റെ മറുപടി കേൾക്കാൻ വേണ്ടി വന്നയാ. എന്നിട്ട് നീ എന്താ അവളോട് പറഞ്ഞേ? ഞാനെന്താ പറയാനാ, ഞാനോ പറഞ്ഞു. നോ പറഞ്ഞോ? നീയോ? നീയല്ലേ എന്നോട് കുറച്ചു നാൾ മുന്നേ അവള് കാണാൻ ക്യൂട്ടാണെന്നും എന്തൊക്കെയോ ഫീലിങ്സ് ഒക്കെ നിനക്ക് അവളോടുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞേ. ഞാൻ കരുതി നീ മേ ബി യെസ് ആയിരിക്കും പറയുന്നു. എടാ ശരിയാ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഞാനതൊന്നും മാറ്റി പറയുന്നില്ല, കാരണം അവള് ക്യൂട്ടാടാ കാണാൻ. അതുപോലെ എനിക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു അവളോട്. ഉണ്ടായിരുന്നു, നോട്ട് പോയിട്ട് ഇപ്പൊ ഉണ്ടെന്നല്ല. പക്ഷേ ആ ഒരു ഫീലിങ്സ് അത് ജസ്റ്റ് ഒരു ക്രഷ് ആയിരുന്നുടാ, അത് ലവ് ഒന്നുമല്ല. അത് ഞാൻ പിന്നെ മനസ്സിലാക്കി. ഓവേ, ഞാൻ കേട്ടു. അല്ല മോനെ, നിനക്ക് ജെന്നിയോട് ഉണ്ടായിരുന്നത് ജസ്റ്റ് ഒരു ക്രഷ് ആണെന്ന് ഇപ്പോ മനസ്സിലാവാൻ കാരണം? ഐ മീൻ, മനസ്സിലാവാനുള്ള കാരണം ആരാണ്? എങ്ങനെയാ മനസ്സിലായെന്നൊക്കെ ചോദിച്ചാ, എടാ ഇപ്പൊ നമുക്ക് ഒരാളുടെ അടുത്ത് ഇഷ്ടം തോന്നിയെന്ന് വെച്ചോ, അപ്പൊ അവർ ചെയ്യുന്ന ഒരു കുട്ടി കുട്ടി കാര്യങ്ങൾ പോലും നമുക്ക് ക്യൂട്ടായിട്ട് തോന്നും. അവര് സംസാരിക്കുമ്പോ അത് കേട്ടോണ്ടിരിക്കാൻ തോന്നും, അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ അഡോർ ചെയ്തോണ്ടിരിക്കാനേ തോന്നൂടാ. എന്ത് ചെയ്താലും ക്യൂട്ടായിട്ട് തോന്നും. എല്ലാ കാര്യത്തിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നും. എന്തൊക്കെ ഒരു ഫീലാടാ. പക്ഷെ എനിക്ക് ജെന്നിയില് ആ ഒരു ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല. മേ ബി അതായിരിക്കാം അത് ലവ് അല്ലാന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇപ്പോഴും എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നില്ല. ആരാണ് അതിന് കാരണം? തൽക്കാലം അത് ആരാണെന്ന് നീ ഇപ്പൊ അറിയണ്ട, സമയമാകുമ്പോ ഞാൻ അറിയിച്ചോളാം. എടാ വരുണേ, ഏതൊരു പൊട്ടനും സമയം വരും. ആ വരുന്ന സമയത്ത് ഞാൻ നിന്നെ കൊണ്ട് ഇക്ഷ ഇന്നാ വരപ്പിക്കും. നീ നോക്കിക്കോ. സോൾമേറ്റ് വിക്കിയാടാ പറയുന്നേ. ഇക്ഷ ഇന്നാന്നല്ല, ഏതക്ഷരം വേണോ ഞാൻ നിനക്ക് വേണ്ടി വരച്ച. നീ ഇപ്പൊ വന്നേ, അവരൊക്കെ നമ്മളെ കാത്തു നിക്കവാ. ഹലോ, എന്താ കുക്കി ഈ രാവിലെ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? എന്റെ പൊന്നു വരുണേ, നീ ഡോർ ഒന്ന് തുറക്കൂ. ഞാൻ എത്ര നേരം കൊണ്ടാ ബെല്ലടിക്കുന്നേ. ഞാൻ നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാ. വേഗം ഡോറ് തുറക്ക്. അമ്മേ, എന്താ നീ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണോ? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എടാ പൊട്ട, നിന്റെ കംപ്ലീറ്റ് ചെയ്യാത്ത പ്രോജക്റ്റ് ഉണ്ടല്ലോ, അത് നീ ഇന്നലെ എന്റെ ബാഗിൽ മറന്നു വെച്ചിട്ട് പോയി. നിനക്കത് കംപ്ലീറ്റ് ചെയ്ത് നാളെ സബ്മിറ്റ് ചെയ്യണമെന്ന് യാതൊരു ചിന്തയില്ലേ? നീ ഒന്ന് ഡോറ് തുറന്നു കഴിഞ്ഞാൽ എത്ര നേരമായിട്ടാ പുറത്ത് നിൽക്കുന്നേന്ന് അറിയോ? ആ നിക്ക് ഒരു മിനിറ്റ്, ഞാൻ ഇതാ വരുന്നു. എന്റെ ദൈവമേ, ഈ പെണ്ണ് പറയാതെയൊക്കെ ഇങ്ങനെ കയറി വന്ന വീട് ഏത് കോലത്തിൽ കിടക്കുന്നു എന്തോ. ഭാഗ്യം വലിയ കുഴപ്പമൊന്നുമില്ല. എന്റെ ഡോറ് തുറക്കാം, ഇല്ലെങ്കിൽ അവളെന്നെ പച്ചയ്ക്ക് തിന്നു. ആ കുക്കി, കേറി വാ. എന്തുറക്കാ വരണേ ഇത്? ലോകം അവസാനിച്ചില്ല, നീ അറിയില്ലല്ലോ. അത് പിന്നെ ഇന്നലെ വീടെത്തിയപ്പോ നല്ല ലേറ്റായി, അങ്ങനെ ഉറങ്ങിപ്പോയതാ. ശരി, ഇതാ നിന്റെ പ്രോജക്റ്റ്. മര്യാദക്ക് കംപ്ലീറ്റ് ചെയ്ത് നാളെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ നോക്ക്. ആ ഞാൻ സബ്മിറ്റ് ചെയ്തോളാം. അപ്പൊ പിന്നെ നീ ഇറങ്ങുമല്ലേ കുക്കി? പോവാനോ? എടാ ദുഷ്ട, നിനക്ക് കുറച്ചെങ്കിലും കണ്ണിച്ചേരണ്ടോടാ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാ നിന്റെ ഈ പരട്ട പ്രോജക്റ്റ് തരാനായിട്ട് അവിടെ നിന്ന് വരാന്ന്. എനിക്ക് വിശക്കുന്നു. മര്യാദക്ക് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും താ. സബാഷ്, അപ്പൊ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടേ പോവും. അത് പിന്നെ കുക്കി, ഇവിടെ കഴിക്കാനായിട്ടൊന്നുമില്ല, ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഇനിയിപ്പോ നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. നീ ഒന്ന് വെയിറ്റ് ചെയ്. എന്റെ വരുണെ, എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ അവിടെ ഹാളിൽ കാണും, നീ ഉണ്ടായിക്കൊണ്ട് വരണേ പെട്ടെന്ന്. ശരിയെന്നാ. അതെ, എങ്ങോട്ടാ? മര്യാദക്ക് ഇവിടെ നിന്ന് എന്നെ സഹായിക്കാൻ നോക്ക്. വരും. നിനക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയോ? അത് മോസ്റ്റ്ലി ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, സോ അതൊക്കെ അങ്ങ് താനെ പഠിച്ചു. നല്ലതാ. അല്ല, ഞാനിപ്പോ എന്ത് ഹെൽപ്പാ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്യ്, നീ ആ സോസേജ് എടുത്തോണ്ട് വന്നേ. സോസേജോ? അതിപ്പോ എവിടെ?
ഇവിടെ പോയി കിടക്കുവോ? എത്ര നേരായി അന്വേഷിക്കുന്നു. വരുൺ, വരുൺ, ആ ഇവിടെ വന്നിരിക്കുവായിരുന്നു. എടാ വരുണേ, എടാ പതുക്കെ, ഇത് ലൈബ്രറിയാ. എടാ നിന്നെ ഇത്ര നേരായിട്ട് ഞാൻ അന്വേഷിക്കാന്നറിയോ? നീ എന്തിനാ ഇപ്പൊ എന്നെ അന്വേഷിക്കുന്നേ? എടാ ഹോം ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അവന്റെ ബർത്ത്ഡേക്ക് നിന്നെ എന്നെയും ഐശുവിനെയും കുക്കിയൊക്കെ വിളിക്കാൻ വേണ്ടി വന്നയാ. നിന്നെ മാത്രം വിളിച്ചിട്ട് കിട്ടിയില്ല. നിന്റെ ഫോൺ എവിടെയായിരുന്നു ഇത്രയും നേരം? ഓ അത് ഞാൻ ലൈബ്രറിയിൽ കയറിയപ്പോ ഫോൺ അങ്ങ് സൈലന്റ് ആക്കി. അല്ല അതല്ല, ഹോബി എങ്ങനെ അവന്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാത്തല്ലോ, പിന്നെ ഇപ്പൊ എന്ത് പറ്റി? ആ അതും കൂടെ പറയാനാ ഞാൻ നിന്നെ അന്വേഷിച്ച് ഇത്രയും നേരം നടന്നേ. എടാ ഹോബി ഉണ്ടല്ലോ, അവന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ അന്ന് അവൻ ആരെയാണെന്ന് അറിയില്ല, ആരെയോ പ്രൊപ്പോസ് ചെയ്യാനുള്ള എന്തോ ഒരു പ്ലാൻ ഉണ്ട്. അവൻ ആരെയാണ് ഇഷ്ടമെന്നൊന്നും എനിക്കറിയില്ല, അതെന്നോട് പറഞ്ഞതുമില്ല. പക്ഷേ അവന് ഇഷ്ടമുള്ള ആളെ അവൻ ബർത്ത്ഡേയുടെ അന്ന് പ്രൊപ്പോസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. എന്താ? എടാ വിക്കി, നീ എന്തൊക്കെയായി പറയുന്നേ? നീ പറയുന്ന സത്യമാണോ? ഞാൻ എന്തിനാ നിന്നോട് നുണ പറയുന്നേ? എടാ അവൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ നിന്നോട് പറഞ്ഞു. എടാ ഇല്ല, ഇതൊരിക്കലും നടക്കാൻ പാടില്ല. ഹോബി പ്രൊപ്പോസ് ചെയ്യാൻ പാടില്ല വിക്കി. എടാ ഹോബി പ്രൊപ്പോസ് ചെയ്യുന്നതിന് നിനക്കെന്താ പ്രശ്നം? എനിക്കെന്താ പ്രശ്നമെന്നോ? വിക്കി നീയും? എടാ കുക്കി, അവൾ എന്റെ പെണ്ണ, ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. എനിക്കിഷ്ടാടാ അവളെ, എനിക്ക് വേണം. കുക്കിയോ? അവൾക്ക് നീ എന്താ പറയുന്നേ? എടാ ഹോബി, അവന് കുക്കിയാടാ ഇഷ്ടം. നീ കാണുന്നില്ലേ ഏത് നേരം അവരൊരുമിച്ച. അവര് എനിക്ക് തോന്നുന്നു ഹോബി കുക്കിയെ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നേ. ഞാനത് സമ്മതിക്കില്ല. കുക്കിയെ ഇല്ല. വരുൺ, അപ്പൊ ഇത്രയും നാള് നീ എന്നോട് മറച്ചു വെച്ചിരുന്ന ആള് അത് കുക്കിയായിരുന്നോ? അതെനിക്ക് ഈ കുക്കിയെ പറ്റിയാ നിന്നോട് അന്ന് പറഞ്ഞത്. എനിക്ക് ഒരുപാട് ഇഷ്ടാവളെ, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ വന്നേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോബിയെ കാണണം. ഹോബിയെ കണ്ടിട്ട് ഈ കാര്യം പറയണം, അവനോട് പ്രപ്പോസ് ചെയ്തെന്ന് പറയണം എനിക്ക്. നീ എന്തൊക്കെയാ വരുണേ ഈ പറയുന്നേ? നീ എന്താ ഈ കാര്യം എന്നോട് മറച്ചു വെച്ചേ? ഇത്രയും നാൾ എന്താ എന്നോട് നീ പറയാത്തെ? എനിക്കിപ്പോ അതൊന്നും നിന്നോട് പറഞ്ഞോണ്ട് നിൽക്കാനുള്ള സമയമില്ല വിക്കി. നീ ഒന്ന് വാ, എനിക്കൊന്ന് ഹോബിയെ കാണണം. അത് നീ വരുന്നില്ലേ? ശരി, നീ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോയിക്കോളാം. ഇല്ല വരുൺ, ഞാൻ വരുന്നില്ല. അതുപോലെ നീയും എങ്ങും പോകുന്നില്ല, മനസ്സിലായോ? വിക്കി നീ മാറി നിക്ക്, എനിക്ക് പോണം. നീ അവിടെ ചെന്നിട്ട് എന്താ പറയാൻ പോകുന്നേ ഹോബിയോട്? നിനക്ക് കുക്കി ഇഷ്ടമാണെന്നോ? ശരി, പക്ഷെ കുക്കിക്ക് ഇപ്പൊ നിന്നെ ഇഷ്ടമാണോ? അത് നീ ചോദിച്ചോ അവളോട്? ശരിയാണ്, ഒരു സമയത്ത് അവളതിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. നീ അവളെ തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടി അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ നീ എന്താ ചെയ്തേ? അവളെ ഒരുപാട് അവോയ്ഡ് ചെയ്ത് അവളെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നീ അവളെ തള്ളിക്കളഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പൊ നിനക്ക് അവളുടെ സ്നേഹം വേണോ? എടാ നീ എന്താ ഈ പറയുന്നേ? വരും, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേക്ക്. കുക്കിക്ക് ഹോബി ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇനി അവൾക്ക് അഥവാ ഹോബി ഇഷ്ടമാണെങ്കിൽ അത് നീയായിട്ട് തകർക്കരുത്. അവൾ ഇനിയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെടാ. അവള് നിനക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് അവളങ്ങനെ കരയുന്ന കാണാൻ വയ്യ. സോ അതുകൊണ്ട് നീ മതിരിക്ക്. എനിക്ക് മനസ്സിലായി, ഞാനന്ന് റിജക്റ്റ് ചെയ്ത ടൈമില് അവൾ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ കാരണം അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഇനി ഞാനതിന് അനുവദിക്കില്ല. ശരിയാ, ഞാനില്ലായിരുന്ന ടൈമിലൊക്കെ അവൾക്ക് ഹോബിയായിരുന്നു എല്ലാം. അവനായിരുന്നു അവളെ സപ്പോർട്ട് ചെയ്തൊക്കെ. പക്ഷെ ഞാൻ അവളെ വേദനിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് വയ്യ. ഞാൻ കാരണം അവളിനി ഒരിക്കലും വേദനിക്കാൻ പാടില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാ വിക്കി. ഒരിക്കലും ഞാൻ കാരണം അവളിനി സങ്കടപ്പെടില്ല. നിനക്കെന്നെ വിശ്വസിക്കാം. വരുൺ, നീ എങ്ങോട്ടായി പോകുന്നേ? വരുൺ. അങ്ങനെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം വരുൺ പിന്നെ കോളേജിലൊന്നും പോവാണ്ടായി.
ഇടയ്ക്ക് 1-2 തവണ മാത്രമേ അവൻ കോളേജിൽ പോയുള്ളൂ. പക്ഷെ പോയ ദിവസങ്ങളിലൊന്നും അവൻ ആരോടും മിണ്ടിയില്ല. എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി. ആർക്കും കാരണം അറിയില്ലായിരുന്നു, വിക്കിക്ക് ഒഴിച്ച്. കുക്കിക്കാണെങ്കിൽ വരുൺ മിണ്ടാത്തതിൽ വളരെ സങ്കടം ഉണ്ടായിരുന്നു. അവൾക്ക് കാരണം അറിയില്ലല്ലോ. അതുകൊണ്ട് അവൾ ഒരുപാട് ശ്രമിച്ചു വരുണുമായിട്ട് മിണ്ടാൻ. പക്ഷേ വരുണാണെങ്കിൽ അവളിൽ നിന്ന് എത്രത്തോളം ഒഴിഞ്ഞു മാറാൻ പറ്റുമോ അത്രത്തോളം ഒഴിഞ്ഞു മാറി നടക്കാൻ തുടങ്ങി. അത് കുക്കിയെ വളരെ വിഷമിപ്പിച്ചു. വിക്കി, എടാ എടാ വരുൺ എവിടെ? അവൻ ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ. അവൻ കോളേജിലും വരുന്നില്ല, നമ്മളോട് ആരോടും മിണ്ടുന്നുമില്ല. എനിക്കാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ച് എന്തോ പോലെ. നീ അവനൊന്ന് വിളിച്ചേ. എന്റെ കുക്കി, നീ വെറുതെ പേടിക്കണ്ട. അവൻ വന്നോണ്ടിരിക്കുക. ഞാനിപ്പോ വിളിച്ചു. കുറച്ചു കഴിയുമ്പോ എത്തും. വിക്കി, നീ ഒരു കാര്യം ചെയ്യ്. വരുൺ വന്ന ഉടനെ എന്നെ അറിയിക്കണം, മറക്കരുത് കേട്ടോ. അവൻ വന്ന ഉടനെ ഞാൻ നിന്നെ അറിയിച്ചോളാം. പോരെ? ഓക്കെ അല്ലേ? ശരിയടാ, ഞാനെന്നാ ഹോബിയുടെ അടുത്തുനിന്ന് പോയിട്ട് വരാം. എടാ വരും, നീ എന്താ ഇത്ര ലേറ്റ് ആയേ? എത്ര നേരമായിട്ട് ഞാൻ നിന്നെ വിളിക്കുക. ഇവിടെ എല്ലാരും നിന്നെ അന്വേഷിക്കുക. നീ മാത്രം എന്താ വരാത്തേന്നാ എല്ലാരും എന്നോട് ചോദിക്കുന്നേ. ഞാനും എന്നെ എന്തിനാ എല്ലാരും തിരക്കുന്നേ? ഇന്ന് ഹോബിയുടെ ദിവസമല്ലേ, അവനെയല്ലേ എല്ലാരും തിരക്കേണ്ടേ. ഞാൻ വന്നാലെന്താ, വന്നില്ലെങ്കിൽ എന്താ? എടാ നീ നീ ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ വന്നേ, നമുക്ക് അങ്ങോട്ട് പോവാം. നീ ഹോബി കണ്ടില്ലല്ലോ, വാ. ഇല്ല വിക്കി, നീ പോയിട്ട് വാ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിൽക്കാം. എനിക്ക് വയ്യ. എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിപ്പോ എങ്ങനെ ഇവിടെ നിൽക്കുന്നതെന്ന് കൂടി എനിക്കറിയില്ല. നീ പോയിട്ട് വാടാ, എനിക്ക് വയ്യ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണും. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഹോബി നീ വന്നുടനെ അവൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുക്കിയും നീ വന്ന ഉടനെ അവളോട് പറയണേന്ന് പറഞ്ഞിരുന്നു. കുക്കി, അവളെന്തിനാ എന്നെ ഇപ്പൊ തിരക്കുന്നേ? വേണ്ട, ഞാനിപ്പോ ആരെയും കാണുന്നില്ല. പക്ഷെ ഹോബി, അവനെ കാണണം. ബർത്ത്ഡേ വിഷയമാണ് എനിക്ക്. കുക്കിയോട് പറയരുത് നീ. എനിക്ക് പറ്റില്ലടാ അവളെ ഇനി ഫേസ് ചെയ്യാൻ. ശരി, നിനക്കതാണ് ആഗ്രഹമെങ്കിൽ ഞാൻ കുക്കിയോട് പറയുന്നില്ല. പോരെ? ഹലോ എഴുവൺ, ഇവൻ ഓർ ഭാഗ്യവതി എന്ന്. അപ്പോൾ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ ആരുടെ പേരാണെന്ന് നോക്കട്ടെ. ആഹാ, മോനെ വരണേ, ഓടി വന്നോ. നിന്റെ പേരാ. നിനക്കിഷ്ടമുള്ള എന്ത് പ്രോഗ്രാമാണോ നീ ചെയ്തോ, പക്ഷെ എൻ്റർടൈനിങ് ആയിരിക്കണം, മറക്കരുത്. അപ്പോൾ ദ സ്റ്റേജ് ഈസ് ഓൾ യോഴ്സ്. ഓടി വന്നോ. ജിൻ, എനിക്ക് വയ്യ. നീ വേറെ ആരെങ്കിലും പേര് വിളിക്കേ. എനിക്ക് വയ്യ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നിന്റെ പേര് എനിക്ക് ആദ്യം കിട്ടിയേ. നീ തന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തേ പറ്റൂ. അതിനുശേഷം വേണം എനിക്ക് അടുത്ത ആൾക്കാരെ വിളിക്കാൻ. വേഗം ആവട്ടെ. അത് ശരിയാ. നീ ഇടയ്ക്കൊക്കെ മൂളിപ്പാട്ട് പാടുന്നതൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്. നിന്റെ പാട്ടൊന്ന് ഞങ്ങളൂടെ കേൾക്കട്ടെ. പോയി പാടിയിട്ട് വാ. അങ്ങനെ എങ്ങനെയൊക്കെ ഒരുവിധം അവസാനം വരുണിനെ എല്ലാവരും കൂടെ പറഞ്ഞ് ഉന്തിത്തള്ളി സ്റ്റേജിലേക്ക് പാടാൻ വിട്ടു. പിന്നോട്ടു നോക്കാതെ പോകുന്നു നീ, മറയുന്നു ജീവന്റെ പിറയായ നീ. പണ്ടിൻ്റെ ഉൾച്ചുണ്ടിൽ തേൻ തുള്ളി നീ, ഇനി എൻ്റെ ഉൾപ്പൂവിൽ മിഴിനീരു നീ. എന്തിനു വിതുമ്പലായി ചേരുന്നു നീ, പോകൂ വിഷാദരാവേ എന്നിദ്രയിൽ പുണരാതെ നീ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. ഇരുൾ ജീവനെ പൊതിഞ്ഞു, ശീതൽ പ്രാണനിൽ നീഞ്ഞു, കിതയ്ക്കുന്നു നീ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ, നോവിൻ്റെ
തീരങ്ങളിൽ ഞാൻ മാത്രമാ. വരും, എനിക്കെല്ലാം അറിയാം. എന്നോട് വിക്കി എല്ലാം പറഞ്ഞു. കുക്കി, നീ നീ എന്തായി കാണിക്കുന്നേ? നീ എന്തിനാ വരണേ നീ ഇത് മറിച്ച് വെച്ചേ? നിനക്കൊരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു നിനക്കിനി ഇഷ്ടമാണ്? എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയില്ലേ? ഐ ലവ് യു വരും. പക്ഷെ പക്ഷെ കുക്കി, ഹോബി, നിനക്ക് ഹോബിയല്ലേ ഇഷ്ടം? ഹോബിയോ? വരും, നീ എന്തായി പറയുന്നേ? ഹോബിക്ക് എടാ, അവൻ എന്നോട് അങ്ങനെയൊന്നുമില്ല. എടാ, ഞാനവനും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാ. നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ കരുതി നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കുന്നു. അതാ ഞാൻ പറയാത്തത് കുക്കി. ഐ ആം സോ സോറി. എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ ഏതു നേരം ഒരുമിച്ചായിരുന്നല്ലോ. അപ്പൊ ഞാൻ കരുതി. അയ്യോ, വരുന്നത് ഹോബിക്കിനെ ഇഷ്ടമായത് കൊണ്ടല്ല അവൻ ഏത് നേരം എന്റെ അടുത്ത് തന്നെ. അത് നമ്മുടെ ഐഷു ഇല്ലേ, ഐഷുവിനെ ഹോബിക്ക് ഒരുപാട് ഇഷ്ടാ. അവളെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയാ അവൻ എന്റെ പിറകെ നടന്നത്. അല്ലാതെ ഹോബിക്ക് എന്നോട് ലവ് അല്ല. ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാ വരും. നീ തെറ്റിദ്ധരിച്ചതാ. അപ്പോ ഹോബി എന്ന് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നത് അത് ഐഷുവിനെയാണോ? ആദ്യം വരും, ഹോബി ഇന്ന് ഐഷുവിനെയാ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നത്. നീ നീ എന്താ വിചാരിച്ച് അവൻ എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ പോവാന്നോ? കുക്കി, ഐ ആം സോറി. ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി. എന്റെ തെറ്റ. ഐ ആം റിയലി സോറി. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല. ഐ ലവ് യു സോ മച്ച്. ഐ ആം റിയലി സോറി. എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. എപ്പോഴും ഒരിക്കലും നിന്റെ കൈ ഞാൻ വിടില്ല. ഐ പ്രോമിസ്. I love you too, Varun. I love you so much. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ നിങ്ങളുടെ പ്രണയം പോവാണിനി. ഇനി എന്റെയൊക്കെ പ്രണയം എന്നാണോ എന്ന് പോവാണിന്ന്. സങ്കടപ്പെടാതിരിക്കു വെക്കി. നിന്റെ പ്രണയം ഒരു ദിവസം പോവാണിയും. എടാ ഹോബി, നീയൊന്നും മിണ്ടരുത്. നിനക്കിവിടെ വോയിസ് ഇല്ല. നീ നൈസിനങ്ങ് ഐഷുവിനെ സെറ്റ് ആക്കിയില്ലേ? അവളാണെ പ്രൊപ്പോസ് ചെയ്തപ്പോ എസ് പറഞ്ഞല്ലോ. ഹാപ്പി ആയില്ലേ? ഇനി ഞാനൊക്കെ ഇനി എന്നാണോ? അത് പിന്നെ ഇഷ്ടപ്പെട്ടു പോയില്ലേടാ. പിന്നെ എന്ത് ചെയ്യാനാ? വരുൺ, കുക്കി, കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഞാൻ അറിഞ്ഞു കുക്കി ഞാനും തമ്മിൽ എന്തൊക്കെയോ പ്രണയാണെന്നൊക്കെ ഇവിടെ ആരോ പറയുന്നേ. പിന്നെ പൊന്നു വരണേ, നീ അല്ലാതെ അത് ആരെങ്കിലും അങ്ങനെ പറയും? കുക്കി, എടാ ഇവളെന്റെ പെങ്ങളെ പോലെ. പിന്നെ ശരിയാ, ഐഷുവിനെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയാ ഞാൻ ഇവളുടെ പിറകെ നടന്നത്. ഹോബി, സോറിയടാ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു അതൊക്കെ എന്തായാലും പോട്ടെ. ഇനി എനിക്കൊന്നും ചിന്തിക്കാൻ വയ്യ. ഇപ്പൊ എനിക്ക് ഇവളെന്റെ കൂടെയുണ്ട്. എനിക്കത് മതി. അപ്പൊ ശരി, രണ്ടാളും പോയി ലൈഫ് അടിച്ചു പൊളിച്ചു. ഓക്കെ, നിങ്ങോട്ട് വന്നേ, വേഗം വാ.